നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചാണ്ടി ഉമ്മൻ വാർത്തകൾ നിറഞ്ഞത്. അതും കോൺഗ്രസിനുള്ളിൽ താൻ നേരിടുന്ന അവഗണനയെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രംഗപ്രവേശനം. തുടർന്ന് വെളിപ്പെടുത്തലുകൾ വിവാദത്തിലേക്ക് നയിക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ നേരിട്ട അവഗണനയെക്കുറിച്ചും തന്റെ പിതാവിനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ കുത്തി നോവിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ്. പിതാവിന്റെ പേര് പറഞ്ഞ് എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ്, അധിക്ഷേപങ്ങൾ വേദനിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ ആക്രമണം തുടരുകയാണ്. ഇനി താമസിക്കാതെ തന്നെ മറ്റൊരു മുന്നണിയിൽ ചേർന്നുകൊണ്ടുള്ള ചാണ്ടി ഉമ്മന്റെ പ്രതികരണം വരും. കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തമ്മിൽ കുത്തും തൊഴുത്തിൽ കുത്തും സഹിക്കാതെയാണ് മറ്റൊരു മുന്നണിയിലേക്ക് ചാണ്ടി ഉമ്മൻ പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെയും കല്ലറയിൽ ഫോട്ടോ പുതുക്കി വെക്കാനായി മാറ്റിയതിനെ തുടർന്ന് താനും കുടുംബവും വ്യക്തിപരമായ ആക്രമണങ്ങൾ നേരിടുകയായിരുന്നു എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതേസമയം ചാണ്ടി ഉമ്മനെ അനുകൂലിച്ച KPCC അംഗത്തെ പാർട്ടി മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. KSU യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ JS അഖിലിനെയാണ് വക്താവ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിലൂടെ വ്യക്തമാകുന്നത് പാർട്ടിക്ക് ചാണ്ടി ഉമ്മനോടുള്ള പരസ്യമായ അതിർത്തിയാണ്. ഇതോടെ പുതിയ പാർട്ടിയിൽ ചേരാനുള്ള ചാണ്ടി ഉമ്മന്റെ അണിയറ നീക്കം ശക്തമാവുകയാണ്. BJPയുടെ മുതിർന്ന നേതാക്കളുമായും CPMന്റെ നേതാക്കളുമായും ചാണ്ടി ഉമ്മൻ ചർച്ച നടത്തിയിട്ടുണ്ട്. തനിക്ക് വിലയില്ലാത്ത പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് ചാണ്ടിയുടെ പക്ഷം. ഇതിന്റെ ഭാഗമായി ആണ്, അതായത് മുന്നണി പ്രവേശനത്തിന് മുന്നേ അയ്യനെ കണ്ട് അനുഗ്രഹം തേടിയിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഇത് രണ്ടാം തവണയാണ് ശബരിമല ദർശനത്തിന് ചാണ്ടി ഉമ്മൻ എത്തുന്നത്. 2022 ആദ്യമായി മലകയറി ദർശനം നടത്തി, പിന്നെ അതിന് സാധിച്ചിരുന്നില്ല. ഇത്തവണ വൃശ്ചികം 1 തന്നെ മാലയിട്ട് വ്രതം തുടങ്ങി. ആരെയും അറിയിക്കാതെ വന്ന് അയ്യപ്പന്റെ അനുഗ്രഹം തേടണമെന്നായിരുന്നു ലക്ഷ്യം. പക്ഷെ അത് സാധിച്ചില്ല. വയനാട് DCC ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ, ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗംഗാ ശങ്കർ എന്നിവർക്കൊപ്പം ശനിയാഴ്ച രാത്രിയാണ് സന്നിധാനത്തിന് എത്തിയത്. 18ാം പടി കയറി മറ്റുള്ള തീർത്ഥാടകർക്കൊപ്പം ക്യൂ നിന്ന് സോപാനത്തെത്തിയപ്പോഴാണ് അവിടെ നിന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞത്. തനിക്ക് പ്രത്യേക പരിഗണനയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തൊഴുതു നീങ്ങി. മാളികപ്പുറത്തേക്ക് പോയപ്പോൾ മറ്റു തീർത്ഥാടകർ തിരിച്ചറിഞ്ഞു. പലർക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്നും ചിലർക്ക് സെൽഫി എടുക്കണമെന്നും അവരോട് മാളികപ്പുറത്ത് ദർശനം നടത്തി. ഇതെല്ലാം തന്നെ താൻ മറ്റൊരു മുന്നണിയിലേക്ക് പോയാൽ തനിക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ചാണ്ടി ഉമ്മന്റെ CPM പ്രവേശനത്തിന് അധിക താമസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല.